ഹലോ വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അതിന്റെ കൂടെ പാരലലി നമുക്ക് കൊണ്ടുപോകാം. കാരണം ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന പല ടോപ്പിക്സും നമുക്ക് ഇവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സബ്ജക്ട് പഠിക്കുന്ന സമയത്താണെങ്കിലും ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും അതുപോലെ തന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷനും പാരലലി കൊണ്ടുപോകാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൽ വരുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ആർക്കിടെക്ചർ എങ്ങനെയാണ് എന്നുള്ള 3 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ സിലബസിനെ കുറിച്ച് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കോഴ്സുകൾക്കും അതിപ്പോൾ ഒരു ബിടെക് ആവട്ടെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആവട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നെറ്റ് അതുപോലെ ഗേറ്റ് തുടങ്ങിയ എക്സാംസ്, ഇതിലൊക്കെ എല്ലാ സിലബസ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് ഒരേ പാറ്റേൺ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോട്ടോകോൾസിനെ കുറിച്ചിട്ടാണ്. പ്രോട്ടോകോൾസിലെ TCP IP അതുപോലെ OSI ലെയറിനെ കുറിച്ചിട്ടും, എന്നിട്ട് ഓരോ ലെയേഴ്സിന്റെയും ഫങ്ഷണാലിറ്റീസും അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, അതുപോലെ മെയിൻ ആയിട്ട് പോകുന്ന വേറെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ടോപ്പോളജീസ്, പിന്നെ അതിന് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസുകൾ, പല തരത്തിലുള്ള പ്രോട്ടോകോൾസ്, അതായത് HTTP, UDP, FTP അങ്ങനെ വരുന്ന കുറേ പ്രോട്ടോകോൾസ്, ഇതെല്ലാം ഏതെല്ലാം ലെയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള മേജർ ടോപ്പിക്സ് ആണ് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത് ഈ എല്ലാ കോഴ്സുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഓരോ ടോപ്പിക്കിന്റെയും ഡെപ്ത് വൈസ് എത്ര കണ്ട് ഡെപ്ത് ആയിട്ട് ഓരോ ടോപ്പിക്കും പോകുന്നു, അതിലാണ് മെയിൻ ഡിഫറൻസ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട്. എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളത് നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. It is a group of devices connected with each other through a transmission medium for sharing the data or resources. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓട്ടോണോമസ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാണ്. എന്ത് വെച്ചുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ മീഡിയ വെച്ചുകൊണ്ട്. ട്രാൻസ്മിഷൻ മീഡിയയെ കുറിച്ചിട്ട് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്മിഷൻ മീഡിയ നമ്മൾ രണ്ടിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മീഡിയാസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്തായിരിക്കാം, വയേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ വയർലെസ് ആയിരിക്കാം. അപ്പൊ വയേർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൊയാക്സിയൽ കേബിളോ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളോ ട്വിസ്റ്റഡ് പെയർ കേബിൾ അങ്ങനെ ഡിഫറെന്റ് കേബിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വയർലെസ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ ഇത്തരം ട്രാൻസ്മിഷൻ മീഡിയ വെച്ചുകൊണ്ട് ഓട്ടോണോമസ് കമ്പ്യൂട്ടേഴ്സിന് തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഒന്നുകിൽ ഡാറ്റ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ റിസോഴ്സുകൾ ഷെയർ ചെയ്യാനോ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഡാറ്റ ഷെയർ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും അവരുടെ കയ്യിലുള്ള ഡാറ്റ ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ചില സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഡാറ്റ സെക്യൂർ ആയിട്ട് വെക്കണം, അതായത് വേറൊരാൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്തരം സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പൺ സിസ്റ്റംസ് ആണ്. ഓപ്പൺ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ അവർ അവരുടെ കയ്യിലുള്ള ഡാറ്റ ഷെയർ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ അത്തരം കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയ വഴി കണക്ട് ചെയ്തിട്ടൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉറപ്പായിട്ടും അവിടെ എത്ര പേരെങ്കിലും ഉണ്ടായിരിക്കും? മിനിമം 2 ഓട്ടോണമസ് കമ്പ്യൂട്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇതിനെ നമ്മൾ ഈ സിസ്റ്റത്തിനെല്ലാം ഇവിടെ പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോട്ട് വരുമ്പോൾ അവിടെ നോഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ 2 നോഡ്സ് എങ്കിലും മിനിമം ഒരു നെറ്റ്വർക്കിൽ ഉണ്ടായിരിക്കണം. ഇനി ഇത് എങ്ങനെ കൂടി വരികയാണ്, അതായത് കമ്പ്യൂട്ടേഴ്സിന്റെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് അവിടെ വേറെ ഡിവൈസുകൾ ആവശ്യമായിട്ട് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹബ്ബ് അല്ലെന്നുണ്ടെങ്കിൽ സ്വിച്ച് പോലെയുള്ള നെറ്റ്വർക്ക് ഡിവൈസസ് ഉണ്ട്. അപ്പൊ നെറ്റ്വർക്ക് ഡിവൈസും വന്നു ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ. അപ്പൊ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് മിനിമം എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ഒരുപാട് സിസ്റ്റംസ് വരാം, അതിൻ്റെ ഉള്ളിൽ ട്രാൻസ്മിഷൻ മീഡിയാസ് വരാം, നെറ്റ്വർക്ക് ഡിവൈസുകൾ വരാം. പിന്നീട് ഇതെല്ലാം കൂടാതെ തന്നെ കമ്പ്യൂട്ടേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോ കമ്പ്യൂട്ടേഴ്സും ഓരോ കോൺഫിഗറേഷനിലൊക്കെ വരുന്നതായിരിക്കാം. ഇപ്പൊ നമ്മളൊരു കോളേജിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോളേജിൽ പല കുട്ടികൾ വരുന്നുണ്ടായിരിക്കും, പല കുട്ടികളും പല ക്യാരക്ടർ ഉള്ളവരായിരിക്കാം. അപ്പോൾ അവരെല്ലാവരും വരുമ്പോഴും അവിടെ ആ കോളേജിനകത്ത് അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിനനുസരിച്ച്, അതായത് ഇന്ന സമയത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, ഇന്ന സമയത്ത് ക്ലാസ് ഓരോ പീരിയഡ്സ് ക്ലോസ് ചെയ്യും, അങ്ങനെയുള്ള ഓരോരോ ടൈമൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ ഒരു റൂൾസ് ആണ്, അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കുറച്ച് റൂൾസ് വെക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ വെക്കുന്നത്? അവരുടെ വർക്കിംഗ് സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ നെറ്റ്വർക്ക് തമ്മിലുള്ള ആ ഒരു കണക്ഷനും അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ്
വർക്കിങ്ങും സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോട്ടോകോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോകോൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി വന്നിട്ടുള്ളതാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് വരും, കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ മീഡിയാസ് വന്നു. ട്രാൻസ്മിഷൻ മീഡിയ വന്നതിന് ശേഷം ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്ത് വേണ്ടി വരും? നെറ്റ്വർക്ക് ഡിവൈസുകൾ വേണ്ടി വന്നു. അതും കൂടാതെ അവിടെ കുറെ റൂൾസ് ഇൻസേർട്ട് ചെയ്തു. റൂൾസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോകോൾസ്, ഇതെല്ലാം കൂടി വന്നിട്ടുള്ളതാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത്, ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടായിരിക്കേണ്ടുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് പെർഫോമൻസ് ആണ്. അതായത് ഒരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് അതിന്റെ റെസ്പോൺസ് ടൈം അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്താൽ ഡാറ്റ അവിടെ കിട്ടിക്കഴിഞ്ഞെന്നുള്ള റെസ്പോണ്ടും വരണം, തിരിച്ച് അക്നോളജ്മെന്റ് വരുന്നുണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഓരോ സിസ്റ്റം തമ്മിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു റെസ്പോൺസ് ടൈം ഉണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ റീച്ച് ചെയ്യാനുള്ള വളരെ കുറഞ്ഞ സമയമായിരിക്കണം, പെട്ടെന്ന് എത്തിയിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പെർഫോമൻസ് എന്നുള്ളത് മെഷർ ചെയ്യുന്ന റെസ്പോൺസ് ടൈമിനനുസരിച്ചിട്ടാണ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡാറ്റ ഷെയറിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ ഷെയറിങ്ങിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിസ്റ്റംസ് തന്നെ ഡാറ്റാസ് ഷെയർ ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കുന്നത്, അതായത് ഓപ്പൺ സിസ്റ്റംസ് വഴി ഡാറ്റ ഷെയർ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസും കൂടി നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു നെറ്റ്വർക്കിലെ ഡാറ്റ ഷെയറിംഗ് എന്നുള്ള ഒരു ഫീച്ചർ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? ബാക്കപ്പ്. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദി കേസസ് ഒരുപാട് സിസ്റ്റംസ് വരുമ്പോൾ അവിടെ നമ്മൾ മോസ്റ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു ക്ലയന്റ് സെർവർ മോഡലിലായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഒരു സെർവർ ഉണ്ടായിരിക്കും, ഈ നെറ്റ്വർക്കിലൂടെ പോകുന്ന ഓരോ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ബാക്കപ്പ് അവിടെ എടുത്തു വെക്കാൻ ഒരു സെർവർ ഉണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഈ ഡാറ്റ നെറ്റ്വർക്കിൽ ലോസ് ആയാലും ആരുടെ കയ്യിൽ ഡാറ്റ ഉണ്ടായിരിക്കും? സെർവറിന്റെ ഉള്ളിൽ ആ ഒരു ഡാറ്റ ബാക്കപ്പ് ആയിട്ട് ഉണ്ടായിരിക്കും. ആ ഒരു ഫീച്ചർ കൂടി ഒരു നല്ല നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ കോമ്പാറ്റിബിലിറ്റി. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനുള്ളിൽ പല കോൺഫിഗറേഷനിൽ, പല സോഫ്റ്റ്വെയർസിൽ, പല ഹാർഡ്വെയറിന്റെ കോൺഫിഗറേഷനിലെല്ലാം വരുന്ന ഡിവൈസുകൾ കണക്ട് ആയിരിക്കും. അപ്പൊ ഏതെല്ലാം ടൈപ്പിലുള്ള, ഏതെല്ലാം കോൺഫിഗറേഷനിലുള്ള ഡിവൈസുകൾ വന്നിട്ടുണ്ടെങ്കിലും ആ നെറ്റ്വർക്കിന് അതൊന്നും ഇഫക്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് ഹാർഡ്വെയർ ആവട്ടെ സോഫ്റ്റ്വെയർ ആയിട്ട് കോമ്പാറ്റബിൾ ആയിരിക്കണം ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ എന്താ പറയുന്നത്? റിലയബിലിറ്റി. റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ വരാം, അങ്ങനെ ഒരു ഫെയിലിയർ വരാൻ പാടില്ല. സപ്പോസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അത് റിക്കവർ ചെയ്യാൻ പറ്റണം ആ ഒരു നെറ്റ്വർക്കിന്. അതാണ് റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? സെക്യൂരിറ്റി. ഇപ്പൊ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി എന്നുള്ളത്, പ്രത്യേകിച്ച് ഡാറ്റ ഷെയർ ചെയ്യുന്ന കേസിൽ സെക്യൂരിറ്റി എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു നെറ്റ്വർക്ക് വഴി ഓരോ സിസ്റ്റംസും അവരുടെ കയ്യിലുള്ള ഡാറ്റയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ആ ഒരു ഡാറ്റ ലോസ് വരാൻ പാടില്ല, സെക്യൂർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓത്തറൈസ്ഡ് ആക്സസ് ആയിരിക്കണം അവിടെ നടക്കുന്നത്. ഇപ്പൊ ഒരു സെന്ററിൽ നിന്നും ഇപ്പോൾ എ എന്നുള്ള ഒരു നോഡിൽ നിന്നും സി എന്നുള്ള ഒരു നോഡിലോട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് അത് സി തന്നെ റിസീവ് ചെയ്യണം. ഒരിക്കലും അതിന്റെ ഇടയ്ക്കുള്ള ബിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നോഡ്സോ ആ ഒരു ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് പോകാൻ പാടില്ല. ദാറ്റ് മീൻസ് അവിടെ സെക്യൂരിറ്റി എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. സ്കെയിലബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ ഒരു 2 സിസ്റ്റം ഉള്ള നെറ്റ്വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു 10 സിസ്റ്റം ഉള്ള നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും 2 സിസ്റ്റത്തിലുള്ള നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയും അതേ പെർഫോമൻസും 10 സിസ്റ്റം വന്നു കഴിഞ്ഞാലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ നെറ്റ്വർക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ സ്കെയിലബിലിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പുതുതായിട്ട് ഇത്ര സിസ്റ്റംസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ പ്രശ്നങ്ങളൊന്നും വരാതെ ഇത് വർക്ക് ചെയ്യും. കാരണം എന്താ? ഈ സെർവർ എന്നുള്ളത് അത്രയും പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്കെയിലബിലിറ്റി ഇവിടെ ഒരു വലിയ ഇഷ്യൂ അല്ല. പക്ഷെ നമ്മൾ ഈ പിയർ ടു പിയർ ആർക്കിടെക്ചർ നോക്കി ഇതിനകത്തേക്ക് ഒരു സിസ്റ്റം ആഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതിന്റെ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെ. പിന്നെ ഓരോ സിസ്റ്റംസിനും അതിനൊരു ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിനകത്ത് വരുന്നില്ല. അപ്പോൾ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ എടുക്കുമ്പോൾ. ഇനി നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് 2 ആർക്കിടെക്ചേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം ഫോളോ ചെയ്യാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ആർക്കിടെക്ചേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഒന്ന് പിയർ ടു പിയറും രണ്ടാമത്തേതാണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറും. ഇതിൽ ഈ പിയർ ടു പിയർ ആർക്കിടെക്ചർ നമുക്ക് നോക്കാം. അതിനകത്ത് ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവിടെ ഓരോരോ കമ്പ്യൂട്ടേഴ്സും ആ ഒരു നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിനകത്തും കണക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് എല്ലാ കമ്പ്യൂട്ടേഴ്സും എന്തായിരിക്കും? ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് പിയർ ടു പിയർ ആർക്കിടെക്ചർ ഉണ്ടാക്കുന്നത്.
ഇനി നെക്സ്റ്റ് വൺ ആണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. ഈ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആ പേര് പറയുന്നത് പോലെ തന്നെ ഇവിടെ ക്ലയന്റ് ഉണ്ടായിരിക്കും, സെർവർ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ സെർവർ ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. ആ സിസ്റ്റത്തിന് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. ഈ സെർവർ ആയിട്ട് ബാക്കി ഡിവൈസുകൾ, അതായത് ബാക്കി വരുന്ന കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന ഈ ഒരു കമ്പ്യൂട്ടേഴ്സിനെ പറയുന്നതാണ് ക്ലയന്റ്സ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഓരോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു ക്ലയന്റിന് വേറൊരു ക്ലയന്റിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് പോകുന്നത് സെർവർ വഴിയായിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പൊ ഈ ഒരു ക്ലയന്റിനാണ് ഈ ഒരു ക്ലയന്റിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ക്ലയന്റ് അതിന്റെ ഡാറ്റ എന്താണോ അത് സെർവറിലോട്ട് എത്തും. സെർവർ അത് കറസ്പോണ്ടിങ് ക്ലയന്റിലേക്ക് ഡൈവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി പിയർ ടു പിയറിലെ അഡ്വാൻറ്റേജസിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി അല്ല എന്ന് പറയാൻ കാരണം ഇതിനകത്ത് വരുന്ന ഓരോരോ ഡിവൈസുകളും, ദാറ്റ് മീൻസ് ഓരോരോ കമ്പ്യൂട്ടേഴ്സും മറ്റു കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് ഇന്റർ കണക്ട് ചെയ്തേക്കാണ്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെർവറിന്റെ ആവശ്യം വരുന്നില്ല, അവർ തന്നെ സെർവർ ആയിട്ട് അങ്ങ് വർക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ അവിടെ അത്ര കോസ്റ്റ് നമുക്ക് ഒരു സെർവറിന് വേണ്ടി ചെലവാക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് ലെസ് കോസ്റ്റ്ലി എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തെ എന്താ പറയുന്നത്? സിസ്റ്റം ഫെയിലിയർ ഇസ് നോട്ട് ആൻ ഇഷ്യൂ. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിലിയർ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ ഒരു നെറ്റ്വർക്കിന് ഒരിക്കലും അത് അഫക്ട് ചെയ്യുന്നില്ല. ബാക്കിയുള്ള സിസ്റ്റം എങ്ങനെയാണ് മുന്നേ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങ് വർക്ക് ചെയ്തോളും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് എന്താ പറയുന്നത്? ക്വൈറ്റ് ഈസി ടു ഇൻസ്റ്റാൾ. ഇപ്പൊ ഒരു കുറച്ച് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് മാത്രം വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു പിയർ ടു പിയർ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ഇപ്പൊ ഒരു 5-6 കമ്പ്യൂട്ടേഴ്സ് ആണ് വിചാരിക്കാം, നമുക്ക് എല്ലാ കമ്പ്യൂട്ടേഴ്സും ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അവിടെ ആ ഒരു കേസിൽ ഇവിടെ ഈസിയാണ്. ഇനി നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക? സ്കെയിലബിലിറ്റി ലിമിറ്റേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പറഞ്ഞ അഡ്വാൻറ്റേജസിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഇവിടെ വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടേഴ്സിന്റെ എണ്ണം കൂട്ടും. സ്കെയിലബിലിറ്റി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം ഒരു 10 കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ പെർഫോമൻസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ പെർഫോമൻസ് ആയിരിക്കണം 20 കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് അതേ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും വരുന്നത്. അപ്പൊ ഇവിടെ സ്കെയിലബിലിറ്റി ലിമിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടേഴ്സിന്റെ എണ്ണം കൂട്ടുന്ന സമയത്ത് ഈ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. കാരണം ഓരോ കമ്പ്യൂട്ടേഴ്സും ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സ്കെയിലബിലിറ്റി ലിമിറ്റേഷൻ ആണ് ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് പറയുന്നത്. രണ്ടാമത് എന്താ പറയുന്നത്? ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഫോർ ബാക്കപ്പ് ആൻഡ് സെക്യൂരിറ്റി. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സെർവർ ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സും അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ ബാക്കപ്പ് സൂക്ഷിക്കുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി നോക്കുക എന്നുള്ളതെല്ലാം. ദാറ്റ് മീൻസ് അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്ലയന്റ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു സെർവർ ഉണ്ടായിരിക്കും, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ക്ലയന്റ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എപ്പോഴും സെർവർ വഴിയാണ് പോകുന്നത്. ദാറ്റ് മീൻസ് ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സെർവർ ആണ്. അപ്പൊ ഇതിലെ അഡ്വാൻറ്റേജസിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ പറയുന്നത്? ഡാറ്റ ബാക്കപ്പ് ഈസ് ഈസി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് ഡാറ്റ ബാക്കപ്പ് ഈസിയാണ് അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലയന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെന്റൻസ് പറയുന്നത്. അപ്പൊ ഈ ഓരോ ക്ലയന്റ്സിനും എത്ര കോൺഫിഗറേഷനിലുള്ള ക്ലയന്റ് ആണെങ്കിൽ അത് മിനിമം കോൺഫിഗറേഷൻ ആണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഈ ഒരു സെർവർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഈ ഒരു ക്ലയന്റിന് വേണ്ടുന്ന ബാക്കപ്പ് ആവട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടി ആവട്ടെ ആരാ ചെയ്യുന്നത്? സെർവർ ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡാറ്റ ബാക്കപ്പ് എന്ന് പറയുന്നത് ഈസിയാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ഇതിനെ ക്ലയന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് പെർഫോമൻസ്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും റെസ്പോൺസ് ടൈമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഒരു സെർവർ വഴിയാണ് എല്ലാ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആ സെർവർ ഉറപ്പായിട്ടും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സെർവർ ആയിരിക്കും, അതുപോലെ തന്നെ അതിന് നല്ല മെമ്മറി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലയന്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പോൺസ് വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പെർഫോമൻസ് ഹൈ ആണെന്ന് പറയാം. ദെൻ തേർഡ് വൺ എന്താ പറയുന്നത്? സെക്യൂരിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സെർവർ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ലയന്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് സപ്പോസ് ഈ ഒരു ക്ലയന്റിനാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ക്ലയന്റിന് മാത്രമേ സെർവർ സെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഏതെങ്കിലും ക്ലയന്റിന് മാറി സെൻഡ് ചെയ്യില്ല. ദാറ്റ് മീൻസ് അവിടെ ആ ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ സെക്യൂർ ആണ്. പിന്നെ അത് മാത്രമല്ല ഈ നെറ്റ്വർക്കിന് പുറത്തുനിന്ന് ഒരു നെറ്റ്വർക്കിലുള്ള ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അൺഓത്തറൈസ്ഡ് ആക്സസ് അവിടെ അലോ ചെയ്യില്ല സെർവർ. അതിനെ ഡിനേ ചെയ്ത് കളയാനേ സെർവർ ഉള്ളതുകൊണ്ട് പറ്റും. അതുകൊണ്ടാണ് സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ട് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? സ്കെയിലബിലിറ്റി. സ്കെയിലബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സിസ്റ്റം വേണമെങ്കിലും നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? വരുന്ന സിസ്റ്റം ഡയറക്റ്റ് നമുക്ക് സെർവറിനായിട്ട് കണക്ട് ചെയ്താൽ മതി. അല്ലാണ്ട് ഇപ്പൊ പിയർ ടു പിയർ ആണെന്നുണ്ടെങ്കിൽ എന്താ ബാക്കിയുള്ള എല്ലാ സിസ്റ്റവും കണക്ട് ചെയ്യാൻ നടക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടുത്തെ കേസിൽ ഡയറക്റ്റ് സെർവർ അലോ ചെയ്തിട്ട് സെർവറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കെയിലബിലിറ്റി എന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലെ
ഡിസ്അഡ്വാൻറ്റേജസിലോട്ട് പോവാണെങ്കിൽ ഫസ്റ്റ് എന്താ പറയുന്നത്, സെർവർ ഫെയിലിയർ ലീഡ്സ് ടു എൻഡർ ഫെയിലിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞു ഇവിടുത്തെ മെയിൻ റോൾ എന്ന് പറയുന്നത് സെർവറാണ്. സെർവറിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റയർ നെറ്റ്വർക്ക് അത് ഫെയിൽ ആയി പോകും. അതൊരു മേജർ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്, സെർവർ മെയിൻ്റെനൻസ് ഈസ് കോസ്റ്റ് ഈസ് ഹൈ. അതായത് സെർവർ മെയിൻ്റെനൻസിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് കോസ്റ്റ് കൂടുതലാവുന്നത്? കാരണം സെർവർ എന്നത് അത്രയും ബാക്കപ്പ് സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം. ദാറ്റ് മീൻസ് അത്രയും പവർഫുൾ ആയിരിക്കും, അതുപോലെ മെമ്മറി ഉണ്ടായിരിക്കും, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉള്ള ആളാണ് ഈ സെർവർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കുറച്ച് ടാസ്ക് ഉള്ളത് കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ക്ലയൻസിന്റെ എണ്ണം കൂടുകയാണ്. ക്ലയൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സെർവറിന് വേറെ റിസോഴ്സുകളുടെ ആവശ്യമായിട്ട് വരും. ആ റിസോഴ്സുകളെയും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇതിനും സെർവറിനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനോട് കറസ്പോണ്ടിങ് ആയി കിടക്കുന്ന ഇതുപോലത്തെ റിസോഴ്സുകളെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് എന്ത് വേണ്ടി വരും, കൂടുതൽ മെയിൻ്റെനൻസും കൂടി വേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്അഡ്വാൻറ്റേജ് വന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ആർക്കിടെക്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പറയാനുള്ളത്. ഇനിയിപ്പോ ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിയർ ടു പിയർ കണക്ഷൻ എക്സാമ്പിൾ ആയിട്ട് ടോറന്റ് എന്നുള്ള സൈറ്റ് അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേൾഡ് വൈഡ് വെബ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ പല സെർവേഴ്സും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഫേസ്ബുക്ക് പോലെയുള്ള പല സൈറ്റുകളുടെയും സെർവേഴ്സ് എല്ലാം എവിടെ ഇരിക്കുന്നു, അവരെങ്ങനെയാണ് അത് സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം നമ്മൾ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു, അതിനുശേഷം ആർക്കിടെക്ചർ. ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.